ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. അപ്പോൾ ഞാനിപ്പോൾ കുറേ പഴമായിട്ട് വന്നിരിക്കാം. നമ്മളിത് പച്ചക്കൊല കൊണ്ടുവന്നതാണ്. ഇത്രയും പഴമൊന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ പഴുത്ത പഴം വെച്ചിട്ട് നമ്മൾക്കിത് വേസ്റ്റ് ചെയ്ത് കളയാൻ പറ്റില്ല. അപ്പം നമ്മളൊരു ന്യൂ വിഭവം ഞങ്ങൾ തന്നെ കണ്ടുപിടിക്കാൻ പോവുകയാണ് ഗൈസ്. അതിന് നമ്മൾ എന്ത് ചെയ്തു, ഈ പഴമൊക്കെ പൊളിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് സ്ക്വീസ് ചെയ്ത് സ്മാഷ് ചെയ്തിട്ട് നല്ല ഒരു ഇതാക്കണം. അത് കഴിഞ്ഞ് നമ്മളിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ആഡ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ പഴം ഇതാക്കിയിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് ഉടച്ചു കൊടുക്കണം നന്നായിട്ട്. ഇത് ഓൾമോസ്റ്റ് എല്ലാം ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് മൈദ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് നമുക്കൊരു 2 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അടുത്തത് ഞാനൊരു സ്പൂണ്, ഒരു 1.5 സ്പൂണ് നമുക്ക് കോൺഫ്ലവറും ആഡ് ചെയ്ത് കൊടുക്കാം. അത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിൽ നമുക്ക് കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ പൊടിച്ചിട്ടാൽ നല്ല ഒരു ഫ്ലേവർ ആയിരിക്കും. ആൻഡ് ദെൻ നമുക്ക് കുറച്ച് നെയ്യും കൂടെ ഇതിൽ തൂകാം. എന്നിട്ട് നമ്മളിത് എയർ ഫ്രയറിലാണ് ട്രൈ ചെയ്ത് നോക്കുന്നത് ഗൈസ്. ആ ഫസ്റ്റ് ട്രിപ്പ് നന്നായ ദെൻ വി വിൽ കണ്ടിന്യൂ ഇൻ ദാറ്റ്. അല്ലെങ്കിൽ പിന്നെ നമ്മളിത് എണ്ണയിൽ വറുത്ത് വരുന്നതായിരിക്കും. നമ്മൾ ഗോതമ്പ് പൊടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഈസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നെയ്യ് ഇതിലേക്ക് ഒഴിക്കാം. പിന്നെ നിങ്ങൾക്ക് പഞ്ചസാര ആഡ് ചെയ്യണമെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്യാം, കുറച്ച് മധുരത്തിന്. ഞാനിപ്പോൾ കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. മതിയോ? നോക്കൂ. സോ ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. സോ ഇതൊക്കെ ഈ ഒരു രീതിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/2 hour റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈസ്റ്റിൻ്റെ ആ ഒരു റിയാക്ഷൻ വരട്ടെ. അത് കഴിയുമ്പം ഞാൻ ഇത് ഒരു അതിനെന്താ പറയുക ചേട്ടാ, കേക്ക് മേക്കിങ്ങിൻ്റെ ഒരു അതിനൊരു പേരുണ്ട്. പക്ഷെ നമ്മൾ ഈ കേക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, അതിനെക്കുറിച്ചത് അറിയത്തില്ല. സോ നമ്മൾ ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ മാവ് നമ്മളിത് ഇതിലേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്ക് പറ്റിയ ഒരു കപ്പുണ്ട് നമ്മുടെ കയ്യിൽ. ഇത് നമ്മൾ കപ്പ് കേക്ക്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന, നമ്മൾ ഇതുവരെ ഇത് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ബട്ടറാണ് പുരട്ടി കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ മിക്സ്ചർ ഇതിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ കയ്യിൽ ഇതാ ഇതുപോലെ കേക്ക് മേക്കിങ്ങിൻ്റെ കുറേ സംഭവങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ഇനി ഇതൊന്നായിട്ട് നമ്മൾ യൂസ് ചെയ്യണം. ഇനി ദിസ് ഇഫ് ഇറ്റ് ഇസ് സക്സസ് ഞാൻ പിന്നെ തുടർച്ചയായിട്ട് കേക്കൊക്കെ ട്രൈ ചെയ്യുന്നതായിരിക്കും ഗൈസ്. എയർ ഫ്രയർ നമ്മളൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. അത് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് അത് റെഡിയാക്കി വെച്ചിട്ട് വെക്കുന്നതായിരിക്കും. സോ ഇതിനകത്ത് ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കേക്ക് ബേക്കിംഗ് ഇത് എവിടെയുണ്ട്, 160 ഡിഗ്രി സെൽഷ്യസിലാണ് വെക്കേണ്ടത്. ഒരു 20 to 25 minutes. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇത് നോക്കിയിട്ട് ചെയ്യാം. സോ നമ്മളിനി ഓരോരോ കപ്പിലേക്ക് ഇത് നമ്മൾ ആഡ് ചെയ്യുകയാണ്, ഈ ഒരു മാവ്. സോ കലക്കി വെച്ചിരിക്കുന്ന മിക്സ്ചറിലേക്ക് നന്നായിട്ട് ആഡ് ചെയ്യണം. അപ്പോൾ ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഓരോന്ന് ഇങ്ങനെ ഫില്ല് ചെയ്യാം. ഓൾറെഡി ഞാനിത് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഞാനിതിലേക്ക് വെക്കുകയാണ്. ഓൾറെഡി ഇത് കുറച്ച് ഹീറ്റുണ്ട്. നമുക്ക് ഓരോരോ കപ്പ് ഇതിലേക്ക് ഇറക്കി വെക്കാവുന്നതാണ്. ഞങ്ങൾ ആദ്യം ഒരു 4 കപ്സ് ഇങ്ങനെ ഫില്ല് ചെയ്തതിൽ വെക്കുന്നുണ്ട്. വി ഡോണ്ട് നോ ഹൗ ഇറ്റ് ഇസ് ഗോണ കം. സോ അത് ഫുൾ സക്സസ് ആയി കഴിഞ്ഞാൽ വി തോട്ട് വി വിൽ കീപ് അനദർ. സോ നമുക്കിനി ഇതിലേക്ക് വയ്ക്കാം. ഓക്കെ ഗൈസ്, ഓക്കെ, ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്യാം. Now we have to go to the cake menu. സോ നമ്മൾ ഓരോന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പം ഓരോ ഇതിലേക്ക് പോകുന്ന കാണാം. നെക്സ്റ്റ് ഇതാണ് നമ്മുടേത് വന്നിട്ട് ഇതാണ് കേക്ക്. ഇറ്റ് ഈസ് 160 ഡിഗ്രി ഓൾറെഡി. അപ്പോൾ ഇതിൻ്റെ ടൈം ഇസ് 20 minutes. സോ ഇറ്റ് ഈസ് ഓൾറെഡി സെറ്റ്. അപ്പോൾ നമുക്ക് 20 minutes വെയിറ്റ് ചെയ്യാം ഗൈസ്. ഫിംഗർ ക്രോസ് നന്നായി വന്നാൽ മതി. ലെറ്റ്സ് സീ. സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ലെറ്റ്സ് വെയിറ്റ് ഫോർ 20 minutes. സോ ഗൈസ്, ഇനി 5 മിനിറ്റും കൂടെ ഉള്ളൂ നമ്മുടെ ഒരു കപ്പ് കേക്ക് പുറത്തേക്ക് വരാൻ. സോ ഞാൻ ഈഗർലി വെയിറ്റിംഗ് ആണ്. ആ ഒരു നല്ല മണമൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് വരുന്നുണ്ടോ? എനിക്കറിയാൻ വരുന്നില്ലാന്ന്, പക്ഷേ ഞാൻ വെയിറ്റിംഗ്. ലെറ്റ്സ് സീ. സോ ഗൈസ്, ഇനി 1 minute. ലെറ്റ്സ് വെയിറ്റ്. ഓഫായി. നമുക്കിനി നോക്കാം. സോ നമ്മളിനി ഇത് തുറക്കാൻ പോവാണ്. ലെറ്റ്സ് സീ. വാവ്, സൂപ്പർ. കാണാനൊക്കെ നല്ല ചേലുണ്ട്. ഇനി ഒന്ന് കുത്തി നോക്കിക്കേ മഹേഷ് ചേട്ടാ. ഈ നല്ല ഇനിയുണ്ടോ? നോക്ക്. സ്മൂത്താ അല്ലേ? അത് നോക്കിക്കേ. എന്ത് വാവ് ഗൈസ്. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് പതുക്കെ എടുക്കാം കേട്ടോ. നമുക്കിത് ഓരോന്നായിട്ടൊന്ന് എടുക്കാം ഗൈസ്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് എടുക്കാം. വാവ്, നൈസ്. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് സിറപ്പൊക്കെ ഒഴിച്ചാൽ അടിപൊളിയായിരിക്കും. അതൊന്ന് എടുത്ത് ചോക്ലേറ്റ് സിറപ്പ്. ലെറ്റ്സ് ഡു ഇറ്റ്. അടുത്തത് ഇനി ഇതിലേക്ക് നമുക്ക് ആ ചോക്ലേറ്റ് സിറപ്പ് ആഡ് ചെയ്യാം. ഒരെണ്ണം കൂടെ ഉണ്ട്, വെയിറ്റ്. സോ
നമ്മുടെ 4 ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ ഓരോന്നിൻ്റെ പുറത്ത് വെച്ചാൽ മതി. ഓരോന്നിൻ്റെ പുറത്ത് എന്താ പറയുന്നത് അതങ്ങനെ ജസ്റ്റ് ഒന്ന് ഒഴിച്ചാൽ മതി. ഇത് ഓപ്ഷണലാണ് ഗൈസ്. നമ്മളൊരു ഗാർണിഷൊക്കെ ചെയ്യുന്നൊക്കെ പറയാം, അതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക നമ്മൾ വിത്ത് ദ ചോക്ലേറ്റ് സിറപ്പ്. സോ നമ്മുടെ കപ്പ് പുഡിങ് എന്താ അതിന് പറയുക, മഫിൻസോ എന്ത് പേര് വേണമെങ്കിലും വിളിക്കാം. നമുക്ക് കുട്ടികൾക്കൊന്ന് കൊടുത്തു നോക്കാം. ലെറ്റ്സ് സീ. അങ്ങനെ ഞാനിത് ട്രൈ ചെയ്യാൻ പോവാണ് ഗൈസ്. ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല ചൂടുണ്ട്. സോ ഉള്ളിലൊക്കെ വെന്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഇസ് ബനാന. സോ അതിൻ്റേതായിട്ടുള്ള ഒരിത് കാണും. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. വെന്തിട്ടുണ്ട് ഗൈസ്, അടിപൊളി. ഈ ഔട്ടർ ഇതൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് തണുക്കാനും കൂടെ ഒക്കെ വെച്ചാണ്ടല്ലോ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇത് സക്സസ്ഫുള്ളായി. ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും. ചോക്ലേറ്റ് കേക്ക്, വാനില കേക്കൊക്കെ ആയിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും നേരം ക്ഷമയോടെ കാത്തിരുന്നതിന് നന്ദിയുണ്ട് ഗൈസ്. അപ്പോൾ വീണ്ടും അടുത്തൊരു വ്ളോഗുമായി കാണുന്നവരെ ബൈ ആൻഡ് സ്റ്റേ ട്യൂൺഡ്.